ഹരിദാസ് സാർ, കോൺഗ്രസിനെ ശശി തരൂർ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം ഇതാ തരൂർ നേരിട്ട് പറയുകയാണ് മാധ്യമങ്ങളോടൊക്കെയായിട്ട്. തരൂരിന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പുറത്തു വരികയാണ്. കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം താൻ ഭംഗിയായി നിർവഹിക്കും. തന്നെ കൂടി ഈ സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പലതവണ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ, നരേന്ദ്രമോദിക്കെതിരായ അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കറിനെതിരായ പലവിധ ആരോപണങ്ങളിലൊന്നും ശശി തരൂരിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനൊന്നും അനുകൂലമല്ല ശശി തരൂർ എന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ? കോൺഗ്രസ് അല്ലെങ്കിൽ ശശി തരൂർ എന്നിങ്ങനെ രണ്ടായി ഒരു 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 വിഭാഗീയത അല്ലെങ്കിൽ അത് രൂപപ്പെട്ടു വരികയാണ് ഈ ഒരു വിഷയത്തിൽ കൂടി വേണ്ടേ കരുതാൻ, തരൂർ നിലപാട് വ്യക്തമാക്കുമ്പോൾ. ശശി തരൂർ അക്ഷരാർത്ഥത്തില് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഡൽഹിയില് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശശി തരൂരാണ്. ആ കമ്മിറ്റിയിൽ വിവിധ കക്ഷി നേതാക്കന്മാരുണ്ട്. CPM-ന്റെ ബ്രിട്ടാസ് ഉണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, OIC ഉണ്ട്, അങ്ങനെ BJP-യുടെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ യോഗം പ്രധാനമായിട്ടും വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ കൂടിയാണ്. അപ്പോ അവിടെ വിദേശകാര്യ സെക്രട്ടറി ആ യോഗത്തിൽ വന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിശദീകരിച്ചു. മെമ്പർമാര്, സമിതി അംഗങ്ങൾ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി വിദേശകാര്യ സെക്രട്ടറി നൽകുകയും അത് പൂർണ്ണമായും തൃപ്തികരമാണ് എന്ന് ശശി തരൂര് ആ യോഗത്തിന് ശേഷം വാർത്താലേഖകരോട് സമ്മതിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്നത്, ബേജാറിലായത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധി അനാവശ്യം എന്ന് എല്ലാവരും കരുതുന്ന അനവധി പ്രസ്താവനകൾ നടത്തി. നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു ബൈറ്റ് വളച്ചൊടിച്ച് വക്രീകരിച്ച് രാജ്യത്തെയും ലോകത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ നടത്തിയ ശ്രമങ്ങളും നമ്മൾ കണ്ടു. അതൊക്കെ ഇന്നത്തെ കാലത്ത് പാകിസ്ഥാനില് സജീവമായ ചർച്ചയാണ്. അവരുടെ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. സത്യത്തിൽ അത് വ്യാജ ആരോപണങ്ങളാണ് എന്നത് വേറൊരു കാര്യം. പക്ഷെ അത് പാകിസ്ഥാന് ഒരു വീട് കിട്ടിയ സമ്മാനമായിട്ട് മാറി. അതിനിടയിലേക്കാണ് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ, സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ ഒക്കെ ശരിയാണെന്ന് കോൺഗ്രസ്സുകാരൻ തന്നെയായ ശശി തരൂര് വിളംബരം ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശത്തേക്ക് ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങളെ അയക്കണം എന്ന് മോഡി സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക കോൺഗ്രസ് നൽകി. കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തരൂർ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം തരൂരിന്റെ ഒരു സ്റ്റാച്ചർ. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു ലോകം ശ്രദ്ധിക്കുന്ന ഡിപ്ലോമാറ്റാണ്. UN-ന്റെ പഴയ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ്, മുൻ വിദേശകാര്യ സഹമന്ത്രിയാണ്, ഇപ്പൊ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അങ്ങനെ ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പടയൊരുക്കം തിരിച്ചടിക്കുകയും ചെയ്തു. കാരണം മോഡി ഗവൺമെന്റ് തരൂരിനെ ഒരു പ്രധാനപ്പെട്ട ഉപസമിതിയുടെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചു. അത് മുതല് ശശി തരൂര് മാത്രമല്ല, ജയറാം രമേശ് ഉൾപ്പെടെ, പവൻ ഖേര ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഗവൺമെന്റിനെതിരായിട്ട് ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു വീണു, ഇന്ത്യക്ക് എന്ത് നാശനഷ്ടമുണ്ടായി തുടങ്ങിയ കണക്കുകൾ ചോദിക്കാൻ പോലും
പാകിസ്ഥാൻ ചോദിക്കാത്ത കണക്കുകൾ പോലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിനിടയിലാണ് മോഡി സർക്കാരും നമ്മുടെ ധീര ജവാന്മാരും നമ്മുടെ സൈനിക സേനയും ഒക്കെ സ്വീകരിച്ച എടുത്ത തീരുമാനങ്ങൾ, നിലപാടുകൾ ശരിയാണ് എന്ന് ശശി തരൂർ ഉൾപ്പെട്ട സർവകക്ഷി അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയുന്നത്. അത് കോൺഗ്രസുകാർക്ക് ചെറിയ ആഘാതമല്ല ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ആഘാതമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണിക്ക് തന്നെ അതൊരു ഒരു മുഖത്തടിച്ചതുപോലെയാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ശരത് പവാറിനെ പോലുള്ളവര്, അങ്ങനെ പല കക്ഷി നേതാക്കന്മാരും ഈ കാര്യത്തില് ഗവൺമെന്റിനൊപ്പം നിൽക്കണം, ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. അതിന് വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ പലപ്പോഴും ഉള്ള നിലപാടുകള്, ഇന്ത്യ പ്രതിസന്ധി നേരിടുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങള് ഇന്ത്യ വിരുദ്ധം എന്ന് ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിലുള്ളതായിരുന്നു. ഞാനത് പലപ്പോഴും മുൻ ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എടുക്കുന്ന സമീപനം പാകിസ്ഥാന് സഹായകരമാകുന്നതാണ് എന്ന് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്ന സമയത്താണ് ശശി തരൂരിന്റെ ഈ പടപ്പുറപ്പാട്. ഏതായാലും ഞാൻ വിചാരിക്കുന്നത് ഈ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗവും അവരുടെ നിലപാടുകളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ മോഡി സർക്കാരിന് കൂടുതൽ കരുത്ത് പകരും. മോഡി സർക്കാരിന് മാത്രമല്ല, നമ്മുടെ സൈനികർക്കും കൂടുതൽ ആത്മവിശ്വാസം പകരും. വിദേശത്തേക്ക് പോകാൻ പോകുന്ന ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങൾ, 7 പ്രതിനിധി സംഘങ്ങളാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ലോക രാജ്യങ്ങളെ ബ്രീഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർക്കും പറയാം, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇന്ത്യയിൽ കോൺഗ്രസിലെ ചില ഒറ്റപ്പെട്ട സ്വരങ്ങളാണ്, പക്ഷെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയാനും അവസരം നൽകുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാജ്യം പ്രതിസന്ധി നേടുമ്പോ, രാജ്യത്തിനെതിരെ ശത്രു രാജ്യം വാളോങ്ങി നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തുള്ളവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നതൊരു സാമാന്യ മര്യാദയാണ്, ഒരു സാമാന്യ നീതിയാണ്. അക്കാര്യത്തില് കോൺഗ്രസ് ഇനിയും പിന്നാക്കമാണ്. കോൺഗ്രസ് ഇപ്പോഴും ആ സാമാന്യ മര്യാദ പാലിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. അവിടെയുള്ള ഒരു എക്സെപ്ഷനാണ് ശശി തരൂര്. അതുകൊണ്ട് തന്നെ ശശി തരൂർ ശ്രദ്ധേയനാകുന്നു എന്നും പറയാതിരിക്കാൻ വയ്യ. ഹരിദാസ് സർ ക്ലൈമാക്സിൽ, നമ്മുടെ ഈ ചർച്ചയുടെ എൻഡിൽ സൂചിപ്പിച്ച ആ വാചകങ്ങളാണ്. ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, ശത്രു രാജ്യം വാളോങ്ങി നിൽക്കുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, ഇതൊരു പൗരന്റെയും കടമ കൂടിയാണ്. ആ കടമ മറന്നുപോയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ആ ദൗത്യം മറന്നപ്പോൾ അവിടെ അതേ പാർട്ടിയിലെ അതേ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിനൊപ്പം നിന്ന വ്യക്തി കൂടിയാണ് ശശി തരൂർ. അതുകൊണ്ട് കൂടിയാണ് ഹരിദാസ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശശി തരൂർ ശ്രദ്ധേയനാവുന്നത്, വ്യത്യസ്തനാവുന്നത്. വ്യക്തമാണ് സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.